മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ ഉണ്ണിയെയും വെയിറ്റ് ചെയ്ത് താഴെ നിൽക്കുകയാണ്. ഈ സമയം ഉണ്ണിയാണെങ്കിൽ മനസ്സിൽ പലതും ഉറപ്പിച്ചുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഉണ്ണിയെ കാണുമ്പോൾ തന്നെ മോനെ, ഉണ്ണിമോനെ എന്ന് വിളിച്ചുകൊണ്ട് മുത്തശ്ശി അരികിലേക്ക് ഓടി പോവുകയാണ്. എന്തിനാ നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് മോനെ? ദുർഗയോട് സംസാരിച്ചു. അവള് എനിക്കൊരു പ്രതീക്ഷയും തരാതെയാണ് എന്നെ ഇവിടെ നിന്നും ഇറക്കി വിടാനായിട്ട് നോക്കിയത്. പക്ഷെ നീ എന്നെ കൈവിടരുത്. ഈ പറയാലോ, കരുണമ്മളുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ, ഓ അതിന് ഞാനെന്ത് വേണം? എടാ മോനെ, അത് പിന്നെ നീകളുടെ ഭർത്താവല്ലേ, മാത്രല്ല ഞങ്ങളുടെ മരുമോനല്ലേ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിങ്ങൾ പണ്ട് പറഞ്ഞിരുന്നത്. എന്തൊക്കെയായിരുന്നു മണ്ണുണ്ണി, ബുദ്ധിയില്ലാത്തവൻ, തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്തവൻ, എന്തൊക്കെയായിരുന്നു നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞാര മോനും കൂടി എന്നെ പറഞ്ഞിരുന്നത്. മാത്രമല്ല കൊച്ചുമോൾക്കാണെങ്കിൽ എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. എപ്പോഴും അവൾ പറയുന്നത് കഴിവുകെട്ടവൻ എന്നായിരുന്നു. മാത്രമല്ല അരയ്ക്ക് താഴെ തളർന്നവനായിരുന്നു അവൾക്ക് കഴിവ് ഏറിപ്പോയവൻ. ഞാൻ ഒന്നിനും കൊള്ളാത്തവൻ. എന്നെ എങ്ങനെ നിങ്ങളുടെ കൊച്ചുമോളിനി ഏറ്റെടുക്കും? അതൊന്നും ശരിയാകില്ല. അയ്യോടെ മോനെ, അതൊക്കെ പക്വതയില്ലാതെ പറഞ്ഞതാ. നീ ഇനി അതൊന്നും ഓർത്ത് ഇങ്ങനെ കാട് കയറി ചിന്തിക്കല്ലേ. നീ എങ്ങനെയെങ്കിലും മോളെ ഈ ഒരു സാഹചര്യത്തിൽ കൂട്ടിക്കൊണ്ടുവരണം. അവളെ വിട്ടുകളയരുത്. അവൾക്ക് ആരും ഇല്ലാതെയായി പോകും. അറിയാലോ, ഇപ്പൊ പ്രതാപൻ ജയിലിനകത്താണ്. പിന്നെ മോളുടെ കാര്യം, എൻ്റെ കാര്യം ഇനി എത്ര കാലം എന്ന് എനിക്ക് അറിയില്ല. മോളെ നീ കൈവിടരുത്. അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ട്. അത് നിന്റെ കുഞ്ഞാണ്. അത് നീ ഓർക്കണം. ദുർഗയാണെങ്കിൽ അവളെ അടുപ്പിക്കുന്നില്ല. കണ്ണനും മഹാലക്ഷ്മിയും അവളെ ഇനി വീട്ടിലേക്ക് കയറ്റുമെന്ന് പോലും ഉറപ്പില്ല. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. അവളെ നീ ഒന്ന് ഇങ്ങോട്ട് കയറ്റിയാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ, എന്താ നിങ്ങളിപ്പോ പറഞ്ഞ് എന്തും ചെയ്യുമെന്നോ? എങ്കിലേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളുടെ മോളെ എന്തായാലും കണ്ണേട്ടനെ ഇവിടെ കയറ്റില്ല. മാത്രമല്ല ഞങ്ങൾ ഇവിടെ നിന്നും കണ്ണേട്ടനെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകും വേണം. അങ്ങനെയുള്ളപ്പോഴേ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ ഒഴിഞ്ഞു കിടക്കുന്ന ആ വീട് സ്ഥലമില്ലേ, അതെന്റെ പേരിലേക്ക് മാറ്റിത്തരാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ എല്ലാ എതിർപ്പും അവഗണിച്ച് ഞാൻ അവളെ എന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കും. ഇത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. അല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. എന്തു തരാമെന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് ഒന്ന് ഇട്ടു നോക്കി, അത്രമാത്രം. അങ്ങനെ കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം മുത്തശ്ശി പറയുകയാണ്, ശരി, ഞാൻ എൻ്റെ വീടും പറമ്പും ഒക്കെ എഴുതരാം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ നീ മഹാലക്ഷ്മിയെയും കണ്ണനെയും അവഗണിച്ച് അവളെ സ്വീകരിക്കുമെന്നുള്ള വാക്ക് എനിക്ക് തരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും നീക്കം ചെയ്യാമെന്ന് പറയണം. ആ അങ്ങനെ വീടും പറമ്പ് തരികയാണെങ്കിൽ ഞാൻ വാക്ക് മാറ്റുന്നില്ല. ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്കൊപ്പം തന്നെ നിൽക്കും. കരുണയെ ഞാൻ ഏറ്റെടുക്കും. പിന്നെ അവളുടെ അഹങ്കാരം കുറച്ചേക്കാൻ പറയണമെന്നൊക്കെ പറയുമ്പോൾ, മതി മതി, എല്ലാം കുറയ്ക്കാൻ പറയാം. പക്ഷെ മോന് പറഞ്ഞ വാക്ക് പാലിക്കണം എന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് ദുർഗ, എന്ത് വാക്ക് പാലിക്കണം? നിങ്ങളോട് ഇവിടെ നിന്നും ഇറങ്ങി പോകാനല്ലേ പറഞ്ഞ്? എടാ, നീ എന്താ ഇവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിന്നെ എന്ത് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിട്ടയച്ച് ഇവരെ ആട്ടി ഇറക്കി വിടണമെന്ന് പറഞ്ഞിട്ടല്ലേ? എന്നിട്ടിപ്പോ ഇവരുമായിട്ട് നീ സംസാരിക്കുക? എന്ത് ഡീലിങ്ങാ നിങ്ങളിപ്പോ ഉറപ്പിച്ച്? എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടല്ലോ അമ്മേ. അത് പിന്നെ ദുർഗെ, അത് ഉണ്ണിമോൻ ഒരു കാര്യം ചോദിച്ചു, അത് ഞാൻ കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. കരുണമോളെ അംഗീകരിക്കാമെന്ന് പറഞ്ഞു. പറ്റില്ല. എന്റെ വിശ്വട്ടനെ കൊന്ന ആളുടെ മകളാണ് കരുണ. അവളെ ഒരിക്കലും അംഗീകരിക്കില്ല. മോനെ ഉണ്ണി, നിന്നെ ഞാൻ അവിടെ നിന്ന് വിട്ടയച്ചത് ഇവരെ ആട്ടി ഇറക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നീ എന്താ ചെയ്യുന്നത്? ഇയാളുടെ മോളെ നമുക്ക് വേണ്ട. കരുണയെ ഇനി ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് സ്വീകരിക്കാൻ കണ്ണനും മഹാലക്ഷ്മി തയ്യാറാവില്ല. അതുകൊണ്ട് നീ കടന്നൊന്നും ചെയ്യരുതെന്ന് പറയുമ്പോ, ദുർഗെ, എന്റെ മോളുടെ കെട്ടുതാലി പൊട്ടിക്കല്ലേ? നിങ്ങൾക്ക് നാണല്ലേ സ്ത്രീയെ? എന്റെ കെട്ടുതാലി 4 വർഷത്തിനുള്ളിലാ എന്റെ ആങ്ങളെയും നിങ്ങളുടെ മകനും ചേർന്ന് പൊട്ടിച്ചത്. അപ്പൊ പിന്നെ നിങ്ങളുടെ കൊച്ചുമോളുടെ കെട്ടുതാലി പൊട്ടിക്കണ്ട എന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത്? മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോകാൻ നോക്കും. എന്റെ മോൻ ഒരിക്കലും അവളെ സ്വീകരിക്കില്ല എന്നൊക്കെ പറയുമ്പോ, മുത്തശ്ശിയാണെങ്കിൽ ഉണ്ണിയെ നോക്കുന്നുണ്ട്. ഉണ്ണിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അവിടെ നിന്നും മുത്തശ്ശി ഇറങ്ങി പോവുകയാണ്. അങ്ങനെ, എടാ മോനെ, നീ എന്താ അവരുമായിട്ട് സംസാരിച്ച്? അമ്മേ, കരുണയെ സ്വീകരിക്കുകയാണെങ്കിൽ അവരെനിക്ക് എന്ത് തരുമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നീ എന്താ ആവശ്യപ്പെട്ട്? അത് ഇവിടെ നിന്നും ഇറക്കി വിടുകയാണെങ്കിൽ അമ്മയ്ക്കോ എനിക്കോ കയറി ചെല്ലാൻ എവിടെയെങ്കിലും ഒരു ഇടമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അമ്മ അച്ഛന്റെ ഭാര്യയായിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും സ്വത്തുക്കൾ അമ്മയുടെ പേര് അവര് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടേ ഞാന് കരുണയെ കല്യാണം കഴിച്ച സമയത്തെ മുത്തശ്ശിയുടെ വീടും പറമ്പൊക്കെ പോയി കണ്ടിരുന്നു. നല്ല കണ്ണായ സ്ഥലത്താണ് അതിരിക്കുന്നത്. മാത്രമല്ല കരുണ ഇപ്പൊ താമസിക്കുന്ന വീട് വെച്ച് നോക്കുമ്പോൾ 10 മടങ്ങ് ലാഭമാണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ആ വീടും പറമ്പും എന്റെ പേരിൽ എഴുതരാൻ പറഞ്ഞു. എങ്കിൽ ഞാൻ കരുണയെ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. മോനെ, നിന്റെ അച്ഛന്റെ കൊലയാളിയുടെ മോനോ? എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാലും വേണ്ട, ആ ബന്ധം നമുക്കിനി വേണ്ട. അമ്മേ, ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മരിക്കേണ്ടവർ മരിച്ചുപോയി. മാത്രമല്ല ആ പ്രതാപന്റെ മകൾ എന്റെ ഭാര്യയുമായി. അതിലൊരു കുഞ്ഞു അതാ ആവാൻ പോകുന്നു. അപ്പൊ പിന്നെ അവര് നഷ്ടപരിഹാരമായിട്ട് തരുന്നതായിട്ട് കൂട്ടിക്കോളാം. എന്തായാലും ആ വീടും പറമ്പും എനിക്കിഷ്ടാ. എന്റെ പേരിൽ എഴുതരികയാണെങ്കിൽ ഞാൻ കരുണയെ സ്വീകരിക്കും. ഇനിയിപ്പോ അത് ആരെന്ത് പറഞ്ഞാലും. മോനെ വേണ്ടടാ, ഇത്രയൊക്കെ കാണിച്ചിട്ടും ആ കണ്ണനും മഹാലക്ഷ്മിയും നമ്മൾ ചേർത്ത് നിർത്തുന്നുണ്ട്.
അതെന്തുകൊണ്ടാ? അവരുടെ മനസ്സിലെ നന്മയുടെ ആഴം കൊണ്ടല്ലേ. അതുകൊണ്ട് നമ്മൾ അവരെ ഇനിയും വെറുപ്പിക്കണ്ട. അവരോടൊപ്പം ഒന്നിച്ചു പോവുകയാണെങ്കിൽ മഞ്ജുവിനും സാഗറിനും കണ്ണൻ വാരി കോരി ഓരോന്നും ചെയ്യുന്നുണ്ടല്ലോ ചോദിക്കാതെ തന്നെ. അതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടുവാടാ. അതുകൊണ്ട് മോന് ഇനി തെറ്റായ വഴിക്ക് പോണ്ട. ആ കരുണയെ ഉപേക്ഷിക്ക്. അവളെ നമുക്ക് വേണ്ട എന്നൊക്കെ പറയുമ്പോ, അമ്മേ, എനിക്ക് ആരുടെ മുന്നിൽ പോയിട്ടും കൈ നീട്ടി നിൽക്കാനൊന്നും വയ്യ. അതുകൊണ്ടേ ഞാൻ ഈ പരിപാടി ഇവിടെ വെച്ച് ഉറപ്പിക്കാൻ പോവുകയാണ്. ഇങ്ങനെ വെറുതെ കിട്ടുന്ന കാര്യം എന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്? എന്തായാലും ആരും എന്നോടൊന്നും പറഞ്ഞിട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയാണെങ്കിൽ അകത്തേക്ക് കയറി പോവുകയാണ്. എന്തായാലും ദുർഗയാണെങ്കിൽ കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും നന്മ തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു എതിർപ്പുമില്ല. അവർ ഇനി കണ്ണനും മഹാലക്ഷ്മിക്കും ഒപ്പം നിൽക്കാനാണ് കൂടുതലും ചാൻസ്. അങ്ങനെ കരുണയാണെങ്കിൽ മുത്തശ്ശി പോയിട്ട് എന്തായി എന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് മുത്തശ്ശി വരുന്നുണ്ട്. അവൾ വേഗം തന്നെ അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. മുത്തശ്ശി എന്തായി? എന്തു പറയാൻ, ചെറുതായിട്ടൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഉണ്ണി നിന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആട്ടി വിടുകയാണല്ലോ വേണ്ടത്. പക്ഷെ എന്ത് സംഭവിച്ചു? ദുർഗയുടെ സംസാരം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഉണ്ണിമോൻ, നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളത് കൊണ്ട് ചെറിയ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ അയാൾ പറയില്ലല്ലോ. കാരണം ഇനി അങ്ങോട്ട് ചെലവാണല്ലോ. സ്കാനിങ്ങും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് പരിചരണങ്ങളും കാര്യങ്ങളും വേണ്ടതുകൊണ്ട് തന്നെ അയാൾ എന്തായാലും എന്നെ ഏറ്റെടുക്കാൻ തയ്യാറാകില്ല. ഇല്ല മോളെ, ഞാൻ പറയുന്നത് കേൾക്ക്. ഉണ്ണിമോൻ അങ്ങനെ പറഞ്ഞു. പിന്നെ ദുർഗ കുറച്ച് കടുംപിടുത്തത്തിലാണ്. കാരണം അവളുടെ കെട്ടുതാലിയാണല്ലോ നമ്മൾ പൊട്ടിച്ചത്. അതുകൊണ്ട് തന്നെ അവളുടെ കടുംപിടുത്തം കാണാതെ പോകാനും വയ്യ. ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണല്ലോ. അല്ല മുത്തശ്ശി, അപ്പോ ഉണ്ണിയേട്ടൻ എന്നെ തിരിച്ച് കമലേശ്വരത്തിലേക്ക് വിളിക്കാമെന്ന് പറഞ്ഞോ? ആ, പറഞ്ഞെന്ന് മാത്രമല്ല, കണ്ണനെയും മഹാലക്ഷ്മിയെയും കണ്ട് മാപ്പ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അവരൊന്നും തടുത്താലല്ലേ നിനക്ക് തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ടേ മുത്തശ്ശിയുടെ മോളൊരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ല്. എന്നിട്ട് ആ മഹാലക്ഷ്മി ഒന്ന് കാണും. അയ്യോ മുത്തശ്ശി, അതിനൊന്നും എനിക്ക് വയ്യ. എന്റെ പൊന്നു മോളെ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നീ ഒന്ന് ചെല്ല്. എന്നിട്ട് അവിടെ ചെന്ന് മാപ്പ് ചോദിക്ക്. അപ്പൊ പിന്നെ അവള് തണുത്ത കണ്ണൻ തണുത്തതുപോലെയാണ്. ഉറപ്പായിട്ടും നിന്നെ തിരിച്ചു വിളിക്കും. മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ഉണ്ണിക്ക് ഉണ്ണിയുടെ അച്ഛനെ നഷ്ടപ്പെട്ടു. മഞ്ജുവിനും കണ്ണനും ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ദുർഗയ്ക്ക് ദുർഗയുടെ ഭർത്താവിനെ. അതുകൊണ്ടേ നിന്റെ അച്ഛന്റെ ബാങ്ക് ബാലൻസ് മുഴുവനും കാലിയാവാൻ പോവുകയാണ്. മാത്രമല്ല കോറിയും മറ്റും ലോറിയും ഒക്കെ തന്നെ വിൽക്കേണ്ടി വരും. എന്നാലും തികയുമെന്ന് തോന്നുന്നില്ല. അതിന് അച്ഛൻ ഒറ്റയ്ക്കല്ലല്ലോ, ആ വാമദേവനും കൂടി ഇല്ലേ. പൊന്നു മോളെ, ആ രണ്ടുപേരും ചേർന്നാലും അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നത്. ഇവരുടെ നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിലേ ഒരുപാട് ബുദ്ധിമുട്ടാ. പിന്നെ മോള് ഞങ്ങൾ തള്ളിക്കളയും. കാരണം ക്യാഷുള്ള മുത്തശ്ശിയെയും അച്ഛനെയാണ് മോൾ സ്നേഹിച്ചത്. ഞങ്ങൾക്ക് മോളുടെ ആവശ്യങ്ങൾ ഇപ്പം നിറവേറ്റാനായിട്ട് പറ്റുന്നുണ്ട്. പറ്റാതെ വരുന്ന കാലത്തിൽ മോൾ ഉറപ്പായിട്ടും ഞങ്ങൾ എന്തായാലും വേണ്ടെന്ന് വെക്കും. അതിപ്പോ മോളുടെ മാത്രം തെറ്റല്ല. ഇന്നത്തെ കാലത്ത് എല്ലാ കുട്ടികളുടെയും പ്രശ്നം തന്നെയാണത്. രക്ഷിതാക്കൾ എപ്പോ അവരുടെ ആവശ്യങ്ങൾ കേൾക്കാതിരിക്കുന്നോ അന്ന് നിർത്തും സ്നേഹവും എല്ലാം. അതുകൊണ്ടേ മോള്, ഞാൻ പറയുന്നത് കേൾക്ക്. അങ്ങനെ മോൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ അവരെന്തെങ്കിലും ഒരു പരിഗണന കാണിക്കാതെ ഇരിക്കില്ല. ഉണ്ണിയും ദുർഗയും കണ്ണനും മഹാലക്ഷ്മിയും എല്ലാവരും ക്ഷമിക്കുകയാണെങ്കിൽ നഷ്ടപരിഹാരം വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ല മോളെ. അതുകൊണ്ടാ പറയുന്നത്. മോള് ചെല്ല്. ആ ശരി മുത്തശ്ശി, അങ്ങനെയെങ്കിൽ ഞാൻ ചെല്ലാം. അങ്ങനെ കരുണയാണെങ്കിൽ മഹാലക്ഷ്മിയെ കണ്ട് മാപ്പ് പറയാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ കുഞ്ഞിനെ കുഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ലേഖയും ചെയ്യുന്നു. ഈ സമയം കോളിംബെൽ കേൾക്കുകയാണ്. ആരാണെന്ന് അറിയാൻ മഹിയാണെങ്കിൽ വാതിൽ തുറക്കാൻ പറയുന്നു. അങ്ങനെ വാതിൽ തുറന്ന് കാണുന്ന ലേഖയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. മുന്നിൽ നിൽക്കുന്നത് കരുണ. കരഞ്ഞുകൊണ്ട് കരുണ നിൽക്കുന്നത് കാണുമ്പോൾ, നീ എന്തിനാടി ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞുകൊണ്ട് ലേഖയാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ്. മഞ്ജുവും മഹിയും ആ ഒരു പൊട്ടിത്തെറി കേട്ടുകൊണ്ട് വാതിൽക്കിലേക്ക് നോക്കുമ്പോൾ കരുണ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വരികയാണ്. എന്താടി, എന്താ നിനക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് ലക്ഷ്മി ഒന്ന് കാണണം. അങ്ങനെ മഞ്ജു ഇടയിൽ കയറി വരികയാണ്. എടി, എന്തിനാടി അച്ഛന്റെ കൊലയാളിയുടെ മോളെ, എന്തിനാ നീ ഇവിടെ ഏടത്തിയെ കാണാൻ വന്ന്? പിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരുണയ്ക്കിട്ടൊന്ന് പൊട്ടിക്കുന്നു. ഈ സമയം കരുണയുടെ മുഖത്താണെങ്കിൽ മഞ്ജുവിന്റെ കൈയടയാളം പതിയുന്നുണ്ട്. നോക്ക്, അന്ന് ഏട്ടത്തെ തള്ളിവിട്ടെന്ന് നിന്നെ ഞാൻ ശരിക്കൊന്ന് കണ്ട് തല്ലിക്കൊല്ലണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ആ കുഴിയിലേക്ക് കാലി നീണ്ടിയിരിക്കുന്ന ആ തള്ളയുണ്ടല്ലോ, നിന്റെ മുന്നിൽ കയറി നിന്നുകൊണ്ട് മാത്രം നീ രക്ഷപ്പെട്ടു. പക്ഷെ അന്ന് ഞാൻ സത്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. എൻ്റെ അച്ഛന്റെ കൊലയാളിയുടെ മകളാണ് നീയെന്ന്. പക്ഷെ ഇപ്പൊ അറിയുന്നു. എന്റെ രക്തം തിളക്കിയാണ്. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? മഞ്ജു പറഞ്ഞത് കേട്ടല്ലോ. മര്യാദയ്ക്ക് പോകാൻ നോക്ക്. നിനക്കെന്താ ഇവിടെ വന്നിട്ട് കാര്യം? ആരെ കാണാൻ വേണ്ടിട്ട് നീ വന്നത്? നീ നീ അയാളുടെ മോൾ തന്നെയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞോ? അതുകൊണ്ടാണല്ലോ പാവം മഹിയെ കൊല്ലാനായിട്ട് സ്റ്റെപ്പിന്റെ മുകളിൽ നിന്നും തള്ളി താഴെയിട്ടത്. ദേ നോക്ക്, ആ കുഞ്ഞിന്റെ മുഖം നോക്ക്. ഇത്ര ക്രൂരമായിട്ടുള്ള കാര്യമാണ് നീ ചെയ്തത്. എന്നിട്ടും ദൈവം മഹിയെ കൈവിട്ടില്ല. അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, ആരോഗ്യത്തോടു കൂടി തന്നെ. അങ്ങനെ കരുണ പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം. ഞാൻ അന്നത്തെ ആ ഒരു അവസ്ഥയിൽ ചെയ്തു പോയതാണ്. അതെല്ലാവരും ചേർന്ന് എന്നിട്ട് കഷ്ടപ്പെടുത്തിയപ്പോൾ എനിക്ക് കൺട്രോൾ പോയെന്നൊക്കെ പറയുമ്പോൾ
ചെറുപ്പം മുതലേ ആ പാവം അമ്മയ്ക്കൊപ്പം നിങ്ങൾ എല്ലാവരും ചേർന്ന് മഹിയെയും വിട്ട് കഷ്ടപ്പെടുത്തുമായിരുന്നില്ലേ? അപ്പം മഹിക്ക് ഇതുപോലെയുള്ള ക്രൂരതകൾ ചെയ്യാൻ തോന്നിയോ? ഇല്ലാലോ. നിന്നോട് ചെയ്യുമ്പോൾ മാത്രം നിനക്ക് ബുദ്ധിമുട്ടല്ലേ? മാത്രമല്ല ഏട്ടത്തിയും ഏട്ടനും എന്ത് തെറ്റാടി നിന്നോട് ചെയ്തത്? നിനക്ക് അടുക്കളപ്പണി അറിയില്ല, അത് പഠിപ്പിച്ചതാണോ ഇത്ര വലിയ ക്രൂരത? ദേ നോക്ക്, നീ എന്തിനാടി ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോ, ലക്ഷ്മി എന്നോട് ക്ഷമിക്കണം, എനിക്ക് അറിയാതെ പറ്റിയ തെറ്റാ. ഉണ്ണിയേട്ടനോട് എന്നെ വീണ്ടും തിരിച്ചു വിളിക്കാനായിട്ട് പറയണം. അതിന് ഉണ്ണി നിന്നെ തിരികെ വിളിക്കുകയാണെങ്കിൽ നീ ആ വീട്ടിലേക്ക് വരുന്നതും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കൊണ്ടും യാതൊരു പ്രശ്നമില്ല. പക്ഷെ അതിന് കണ്ണേട്ടന്റെ സമ്മതം വേണമെന്നിങ്ങനെ മഹി പറയുന്നു. അത് നീ പറയണം, നീ പറഞ്ഞ കണ്ണേട്ടൻ കേൾക്കുമെന്നൊക്കെ പറയുമ്പോൾ ആരും പറയാൻ പോകുന്നില്ല. ദേ നോക്ക്, എന്റെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണാണത്, കണ്ണേട്ടന്റെ അമ്മയുടെ വീടാണത്. ആ വീട്ടിലേക്ക് എന്റെ അച്ഛന്റെ കൊലയാളിയായിട്ടുള്ള നിന്നെ കൊണ്ടുവരാൻ, കൊലയാളിയായിട്ടുള്ള കൊലയാളിയുടെ മകളെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ലടി എന്നൊക്കെ പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്. അതിന് അന്ന് ആ സംഭവം നടക്കുന്ന സമയത്ത് മഹാലക്ഷ്മിക്കാകെ 5 വയസ്സും ഞാനും കൈക്കുഞ്ഞായിരുന്നു. ഞങ്ങൾക്കൊന്നും ഇതിൽ പങ്കില്ല. ഞങ്ങളൊക്കെ അന്ന് നിരപരാധികളല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഓ അന്ന് നീ നിരപരാധിയായിരുന്നു, പക്ഷെ ഇന്ന് നീ ഒരു കൊലയാളിയാണ്. നിന്റെ സ്വഭാവം നിന്റെ അച്ഛനും മുത്തശ്ശിക്കും മാത്രമേ ഒത്തുപോകത്തുള്ളൂ. നിന്നിലൊരു കൊലയാളി ഉണ്ടടി, അതുകൊണ്ടാണല്ലോ നീ ഈ ക്രൂരത ചെയ്തത്. മാത്രമല്ല ഉണ്ണിയേട്ടൻ അന്തസ്സുള്ള ഒരാണാണെങ്കിൽ ഒരിക്കലും നിന്നെ സ്വീകരിക്കില്ല. നീയും എന്റെ അമ്മയെന്ന് പറയുന്നവരും പിന്നെ എന്റെ ഏട്ടനും ഞാൻ മേഘനാഥനെ വിട്ട് സാഗരേട്ടനോടൊപ്പം പോയപ്പോൾ എന്തൊക്കെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാടി എന്നെ വേദനിപ്പിച്ചിട്ടുള്ളത്. വെടിവെച്ച് പോയവൾ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഞാൻ അന്തസ്സുള്ള ആണിനോടൊപ്പമാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണിയേട്ടൻ ആ കൂട്ടത്തിൽ പെട്ടതാണെങ്കിൽ ഒരിക്കലും നിന്നെ സ്വീകരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട. നിന്നെ തള്ളിക്കളയുന്ന അവസ്ഥയിൽ തന്നെ ആയിരിക്കും നീ നരകിക്കണടി എന്ന് പറയുമ്പോൾ, എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ഓ നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടോ? അതിപ്പോ വലിയ കാര്യമായി പോയി. കുഞ്ഞിനെ നീ പ്രസവിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുമ്പോൾ, മഞ്ജു എന്നോട് ക്ഷമിക്കണം, എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, എനിക്കിനി ഒരു അവസരം കൂടി തരണം എന്നൊക്കെ പറയുമ്പോൾ മഹിയാണെങ്കിൽ വീണ്ടും കരുണയെ കാണുമ്പോൾ പാവം തോന്നുകയാണ്. അവൾ വീണ്ടും പറയുന്നുണ്ട്, ഉണ്ണിക്കും നിനക്കും ഒരുമിച്ച് ജീവിക്കാം, അതിന് ഞങ്ങളൊരു തടസ്സമല്ല എന്നൊക്കെ. അത് പറ്റില്ല ഏട്ടത്തി, ഇവൾക്ക് ഒരു കരുണയും കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് തള്ളി വിടുകയാണ്. മഞ്ജു വേണ്ടെന്ന് പറയുന്നുണ്ട്, കാരണം കരുണ ഒരു അമ്മയാണ്. ഏട്ടത്തി എനിക്കറിയാം അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ള കാര്യം, അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി അമരത്തിൽ തള്ളാതിരുന്നത്. കാരണം ഇവളുടെ ക്രൂരമായിട്ടുള്ള മനസ്സല്ലല്ലോ നമ്മളുടേത്, അതുകൊണ്ട് മാത്രം. അങ്ങനെ ലേഖ കയറി ഇടപെടുകയാണ്. മഞ്ജു പറഞ്ഞത് കേട്ടല്ലോ, അച്ഛനെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ് മഞ്ജു. നീ പറഞ്ഞതുപോലെ തന്നെ നിന്റെ അച്ഛൻ ഈ ക്രൂരത ചെയ്യുമ്പോൾ മഞ്ജുവും കൈക്കുഞ്ഞായിരുന്നില്ലേ? അവൾക്ക് നിഷേധിക്കപ്പെട്ടത് അവളുടെ അച്ഛന്റെ സ്നേഹമാണ്. അതുകൊണ്ട് അവളുടെ രക്തം തിളയ്ക്കും. മര്യാദയ്ക്ക് നീ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ലേഖയും ആട്ടിവിടുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയെ വളരെ ദയനീയമായി തന്നെ കരുണ നോക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.